പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ അമേരിക്കൻ മണ്ണിൽ നിന്ന് ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞ ആ പ്രസ്താവനയ്ക്കെതിരെ ഇന്ത്യയിൽ രോഷം ഇരമ്പുകയാണ്. ഇന്ത്യ വായും പൂട്ടി മിണ്ടാതിരിക്കുന്നില്ല. ട്രംപിനെയും അമേരിക്കയും അടക്കം എടുത്ത് വലിച്ചിഴച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള മറുപടി ഇന്ത്യ കൊടുക്കുകയാണ്. കുറച്ചുകൂടെ കൊളോക്കിയലായി പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനെ ഇന്ത്യ എടുത്തുടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്താണ് സംഭവിച്ചത്? പാകിസ്ഥാൻ സൈനിക മേധാവി മുനീറിൻ്റെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയ്ക്ക് ശക്തമായിട്ടുള്ള മറുപടിയാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. മൂന്നാമതൊരു രാജ്യത്തിൻ്റെ മണ്ണിൽ നിന്ന് നിങ്ങൾ ഇത്തരം പരാമർശം നടത്തുന്നത് അങ്ങേയറ്റം ദുഃഖകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ആണവ ആക്രമണ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങില്ലെന്ന് ഇതിനോടകം തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും താല്പര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നടപടികൾ തുടരുക തന്നെ ചെയ്യുമെന്ന് ഇന്ത്യ പറയുന്നുണ്ട്. ആണവ ഭീഷണി എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ എല്ലാ കാലത്തെയും ഒരു ശീലമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. സൈനിക മേധാവി അമേരിക്കൻ മണ്ണിൽ ഇന്ത്യക്ക് നേരെ ആണവ ഭീഷണി ഉയർത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം ആണവ ഭീഷണികൾ പാകിസ്ഥാന്റെ ഒരു പഴയ നമ്പറാണ്. പാകിസ്ഥാന്റെ ആണവ നിയന്ത്രണത്തിന്റെ കമാൻഡ് ആരുടെ കൈകളിലാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് അത്തരം പ്രസ്താവനകളിൽ നിന്ന് നിഗമനം ചെയ്യാൻ കഴിയും. ഈ പ്രസ്താവനയിൽ ഇന്ത്യ അമേരിക്കയാണ് കൃത്യമായി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മൂന്നാമത് രാജ്യത്തിന്റെ മണ്ണിൽ നിന്നാണ് പാകിസ്ഥാൻ ഇത്തരം പ്രസ്താവനകൾ നടത്തേണ്ടി വന്നതെന്നത് ദുഃഖകരമാണ്. ആണവ ആക്രമണ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഇന്ത്യ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും താല്പര്യങ്ങളും ഞങ്ങൾക്ക് പ്രധാനമാണ്. നേരത്തെ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖവാജ ആസിഫ് അയാൾ ഒരു ബ്രിട്ടീഷ് മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്ത് പറഞ്ഞത് ഞങ്ങളെ ഈ ഭീകരവാദം വളർത്തുന്നത് യൂറോപ്പിനും അമേരിക്കയ്ക്കും വേണ്ടിയാണെന്ന് അയാൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഒരു പ്രസ്താവന കൂടെ ഇതിലെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് അമേരിക്കയിൽ നിന്ന് തന്നെ ഒരു ഭീഷണി വന്നിരിക്കുന്ന റിപ്പോർട്ടും ഇതിനോടകം ചേർത്ത് വായിക്കേണ്ടതാണ്. ഇന്നലെ അമേരിക്കൻ മണ്ണിൽ നിന്ന് ഇന്ത്യ ആണവാക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ സൈനിക മേധാവി മുനീർ പറഞ്ഞത് നമ്മളൊരു ആണവായുധ രാഷ്ട്രമാണ്, നമ്മൾ മുങ്ങും, നമ്മളോടൊപ്പം ലോകത്തിലെ പകുതിയും മുക്കും. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ പാകിസ്ഥാനിലെ 250 ദശലക്ഷം ആളുകൾ പട്ടിണി കിടന്നാണ് നേരിടുന്നത്. ഇന്ത്യ സിന്ധു നദിയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അണക്കെട്ട് നിർമ്മിച്ചാലുടൻ 10 മിസൈലുകൾ പ്രയോഗിച്ച് അത് തകർക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര ചർച്ചകളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ വിസമ്മതിച്ചതിലും റഷ്യയുമായുള്ള വ്യാപാരം തുടരുന്നതിലും ട്രംപ് ഇന്ത്യയോട് അസ്വസ്ഥനാണ്. ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനായി ട്രംപ് 50% തീരുവ ചുമത്തി, പിഴകളും ചുമത്തിയിട്ടുണ്ട്. ഇന്ത്യയെ എല്ലാ വശങ്ങളിൽ നിന്നും വളയാൻ അദ്ദേഹം പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു. പാകിസ്ഥാനിൽ ക്രൂഡ് ഓയിൽ പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള കരാറുകളിൽ അദ്ദേഹം ഒപ്പുവെച്ചു. പാകിസ്ഥാന്റെ തീരുവ നിരക്കും ട്രംപ് ഇപ്പോൾ കുറച്ചു കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.